ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ സമ്മതം മൂളിയിരിക്കുകയാണ്. മുമ്പ് വലിയ ഉത്സാഹമൊന്നും ഇക്കാര്യത്തിൽ കാണിച്ചിരുന്നില്ല. എന്താണ് ഇപ്പോൾ വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ചും രാജ്യം ഒരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാതി സെൻസസ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? എന്താണ് ബി ജെ പിയുടെ ഗുണം? ബി ജെ പി അങ്ങനെ വലിയ പ്രത്യയശാസ്ത്രപരമായ ബാധ്യതയൊന്നുമില്ല. അത് RSSനാണുള്ളത്. അതായത് ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കോംപ്രമൈസ് ചെയ്യാൻ RSS തയ്യാറാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത് അതൊക്കെ കൃത്യമായിട്ട് RSSൻ്റെ വിചാരധാരയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയം തന്നെ മസ്തൂർ സംഘം ഉണ്ടാവും, അതേസമയം തന്നെ അദാനിയും കയ്യിലുണ്ടാവും. അതാണ് RSSൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പം പുതിയ കാലം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ നിങ്ങൾ RSSൻ്റെ ഒരു 21 വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമയത്ത് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ RSSന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ മുസ്ലിങ്ങളോടുള്ള സമീപനത്തിൽ അതിൽപോയി മയം വന്നിട്ടുണ്ടെന്നല്ലാതെ ബാക്കി എല്ലാത്തിലും വലിയ കാതലായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ദളിതരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളവർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദളിത് MP മാരുള്ളത് BJPയിലാണ്. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ ബ്രാഹ്മണം മാത്രമേ സർസംഘ് ചാലകാവുള്ളൂ, അല്ലെങ്കിൽ BJP പ്രസിഡന്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ പ്രസിഡന്റ് ആവുള്ളൂ. സുദർശൻ സൗത്ത് ഇന്ത്യക്കാരൻ, ദക്ഷിണ ഭാരതത്തിൽ. പിന്നെ രാജു ഭയ്യ, അദ്ദേഹം ടാക്കൂറോ രജു ഭയ്യ ടാക്കൂർ സമുദായം പറ്റുമോ. അതേപോലെ തന്നെ ഈ BJPയുടെ ദളിത് പ്രസിഡന്റ് ആയിരുന്നു ബംഗാരു ലക്ഷ്മൺ. അതുപോലെ തന്നെ ബംഗാരു ദത്തേത്രയ, ദത്തേത്രയല്ല, നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു, സൗത്ത് ഇന്ത്യനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട്. അപ്പോൾ നിങ്ങൾ ഓരോ സമയത്തും എന്താണ് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെ ഓടിക്കണം എന്നോ, കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു മച്ചാന്മാരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൽ അസ്ക്യത ഉണ്ടെങ്കിൽ RSSന് അസ്ക്യത ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെ ക്രിസ്ത്യാനികളെ കൂടെ നിർത്താമെന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് നോർത്ത് ഈസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് പിന്നെ അവർ പറയുന്ന ഒരു RSS എതിർക്കുന്നത് മതപരിവർത്തനം. അതാ ഞാൻ പറഞ്ഞത്, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി ആരുമായിട്ടും സഹകരിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി. എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് വിചാരധാരയിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞതാണ്. അപ്പം ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെയാണ് ആളുകൾ വിമർശിച്ചിരുന്നത്. പശ്ചാത്തലം മനസ്സിലാക്കാതെ അത് മര്യാദയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ഉദ്ദേശം എന്ന് വെച്ചാൽ വളരെ ഇലാസ്റ്റിക്കാണ്. ചില കാര്യം ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ അത് വലിയും, പക്ഷെ പൊട്ടില്ല. അപ്പോൾ ദേശീയതയുടെ കാര്യത്തിലും ഹൈന്ദവ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല, പക്ഷേ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ക്രിസ്ത്യൻസിനോടുള്ള അപ്രോച്ചിൽ അതാണ് കാണുന്നത്. അപ്പം അതിൻ്റെ കൗണ്ടർ ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് പ്രശ്നം. അതിന് ഞാൻ പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ കൺവേർഷനാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിലെ ഒരു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട്, മയക്കുമരുന്ന് ലോബിയുടെ അത് ബോധവും ആരും അത് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട്. നോർത്ത് ഈസ്റ്റ് ദേശീയ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ട്. നമ്മളാരും തന്നെ അത് ഹൈലൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ഹൈലൈറ്റ് ചെയ്യേണ്ട, അത് ഡോവലെല്ലാം കൂടി ഹാൻഡിൽ ചെയ്തോട്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അപ്പം ഈ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്നാണ് നമ്മളിതിനെ സോഷ്യോളജിക്കലി പറയുന്നത്. തുടരുക എന്നല്ലാതെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. അത് വിചാരധാരയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ സവർക്കറും ഗുരുജിയും തമ്മിലുള്ള വലിയൊരു ഡിബേറ്റ് ഇതിൻ്റെ വല്ലായിരുന്നു. സവർക്കർ കുറച്ചുകൂടി ഒരു കടുംപിടുത്തക്കാരനായിരുന്നു, പക്ഷേ ഗുരുജി അങ്ങനെ ആയിരുന്നില്ല. അതൊന്നും ആളുകൾ അധികം അറിയാത്തൊരു കാര്യമാണ്. ഹിന്ദു മഹാസഭ RSS തമ്മിലുള്ള വലിയൊരു പ്രശ്നം അത് തന്നെയായിരുന്നു. കുറച്ചുകൂടി കടുംപിടുത്തമാണ് ഹിന്ദു മഹാസഭയ്ക്ക്. പക്ഷേ RSS സംബന്ധിച്ചിടത്ത് അങ്ങനെയല്ല. അപ്പോൾ RSS ആണല്ലോ ഏറ്റവും വലിയ കടുംപിടുത്തം എന്ന് പറയും. ഇതൊക്കെ മനസ്സിലായി. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കിപ്പോൾ ഒന്ന് പറയാൻ മടിയാണ്. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ ആളുകൾ വിചാരിക്കാതെ നമ്മളെന്താ RSS സന്തോഷിക്കില്ല. അതല്ല, നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കൃത്യമായ അർത്ഥത്തിൽ കിട്ടാവുന്നതെല്ലാം വെച്ചുകൊണ്ട് പഠിച്ചിട്ട് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക. നമ്മൾ ആരോ പക്ഷപാതം കാണിക്കണ്ട, ഉള്ളതുപോലെ പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ BJPനെ പറ്റി RSSനെ മുൻവിധികളുണ്ട്. മുൻവിധികളില്ലാതെ പറഞ്ഞാൽ നമ്മളെ നേരെ പിടിച്ച് അതാക്കും. ആക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എനിക്കെന്തായത് BJP RSS ഒക്കെ ഭരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. അപ്പോൾ ആളുകൾ വിചാരിക്കാൻ നമുക്കെന്തോ കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നേ ഞാൻ ഇതിലും വലിയൊക്കെ എന്തെങ്കിലും പൊസിഷനിൽ എത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം അതേപ്പറ്റി സംസാരിക്കുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഞാനത് പറയുകയും ചെയ്യും.
അല്ല ഇപ്പൊ നമുക്ക് അപ്പം ഞാനത് അങ്ങോട്ട് വരുന്നതാണ്. അല്ല എൻ്റെ ഒരു ചോദ്യം അതിനകത്ത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പിന്നെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ കൃത്യമായ സൈദ്ധാന്തിക നിഷ്ഠയോടുകൂടി RSS പോകുന്നു. എന്നാൽ ദേശീയ താല്പര്യം മുൻനിർത്തി വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്തും സഹകരിക്കേണ്ടിടത്തും അതും കൊണ്ടുവരും. ഇലാസ്റ്റിക് ആണ്, പക്ഷേ അത് പൊട്ടില്ല. പക്ഷേ നമ്മൾ BJP-യിലേക്ക് വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജാതി സെൻസസ് പ്രതിപക്ഷം ഒരു വലിയ കാർഡായിട്ട് ഉയർത്തിയതാണ്. അന്ന് അതേക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല BJP. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം 2 നടന്നു. അവിടെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇവിടെയെല്ലാം BJP-ക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ജാതി സെൻസസ് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അവിടെയൊന്നും BJP ആ കാർഡ് ഇറക്കിയില്ലെങ്കിൽ പോലും BJP-ക്ക് മികച്ച വിജയം കിട്ടി. അതിന് പറ്റിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP നടത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ BJP ഇത് പറയുമ്പോൾ എന്താണ് അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകം? അല്ല, അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പറയണമെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി പറയണം. ഒരു ദിവസം കൊണ്ട് ഈ വിഷയത്തിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. RSS എന്താണെന്ന് പറയണം, BJP എന്താണെന്ന് പറയണം, എന്താണ് RSS നിലപാടെന്ന് പറഞ്ഞാൽ ഇതിലെ വ്യക്തത ഉണ്ടാവും. അല്ലാത്തൊരു വന്നിട്ട് ആദ്യം ഇതെന്ന് പറഞ്ഞിട്ട് പോകും സൂപ്പർഫിഷ്യലായിട്ട്. സുരേഷ് ഗോപിയുടെ ആവശ്യം ടീലിയോ പിന്നെ പേര് ഞാൻ പറഞ്ഞു, ഒരു വാക്ക് ഉപയോഗിക്കാൻ മുപ്പരത്ര ഇംഗ്ലീഷ് നമുക്ക് അറിയില്ലായിരുന്നു. ഒരു തൊലിപ്പുറമേയുള്ള അർത്ഥത്തിലാണ് പറയുക. അപ്പോൾ ഉപരിപ്ലവമല്ല, അത് നമ്മൾ പറയുന്നത് ഒരു തൊലിപ്പുറത്തുള്ള ഒരു ടീ എന്ന് തുടങ്ങുന്ന എനിക്കത് തേങ്ങ ഗ്യാസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ജാതി സെൻസസ് എന്നുള്ള ആശയത്തെ ബേസിക്കലി RSS BJP ഒക്കെ എതിരാണ്. നമ്മൾ RSS BJP എന്ന് പറയുമ്പോൾ BJP കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. RSS സംബന്ധിച്ച് ഒരു പരിധി കൂടുതൽ അവർക്ക് ഫ്ലെക്സിബിൾ ആകാൻ പറ്റില്ല. ഫ്ലെക്സിബിൾ ആണെങ്കിൽ പോലും BJP കുറച്ചും കൂടി ആവാം. അങ്ങനെ അതുകൊണ്ടാണ് സുഖാമൊക്കെ ആയിട്ട് BJP-ക്ക് സഖ്യം ഉണ്ടാക്കാൻ പറ്റിയത്. സുഖാമ കാരണം ഇന്ത്യയിൽ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട 2 പൊളിറ്റീഷ്യന്മാർ, ഒന്നാമത്തെ ആൾ സുഖാമാണ്. സുഖാമകാരനാണ് രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റിക്സിന് ഇറങ്ങേണ്ടി വന്നത്. അയാൾ വലിയ ബിസിനസ് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നേക്കെ അറിയാലോ കഥയൊക്കെ കുറച്ചൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈ ഏറ്റവും കൂടുതൽ അതിരാഷ്ട്രീയ ശക്തിയുള്ള സ്ഥലം ഏറ്റവും അതിരാഷ്ട്രീയ കേന്ദ്രം എന്ന് പറയുന്നത് UP ബീഹാറാണ്. മഹാരാഷ്ട്രയിലൊക്കെ നമുക്ക് ജാതി രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രാദേശികവാദമാണ് കൂടുതൽ. മറാഠ വികാരം, കൊങ്കൺ, അങ്ങനെ റീജിയണൽ പൊളിറ്റിക്സാണ്, വിദർഭ, ഇത്തരം പൊളിറ്റിക്സാണ്. ഇതിനെ മറികടക്കുന്ന രീതിയിൽ RSSൻ്റെ പ്രവർത്തനം ഉണ്ട് അവിടെ. പക്ഷേ ഇന്ത്യൻ മനസ്സുകളിൽ RSS ബേസിക്കലി ജാതിക്കെതിരാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കുറച്ച് മടിയാണ്. ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ ആയിരുന്നു. ഇടയ്ക്ക് എന്താ സാധനം ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് RSSൻ്റെ സാധനം, RSS പണിയെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, ഓർഗനൈസർ. ആ സാധനത്തിൽ ഒരു ലേഖനം വന്നിരുന്നു, ജാതി ഭയങ്കര നല്ലതെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഞാനത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ സംശയ നിവാരണം നടത്തുന്ന RSSൻ്റെ എൻ്റെ സുഹൃത്തുണ്ട്. ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ അങ്ങേർക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞത് തിരിച്ചു വിളിച്ചു. അദ്ദേഹം തിരിച്ചു വിളിച്ചു, ഞാൻ തിരക്കിലായിപ്പോയി. പിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. വേറെ ആരോട് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് അതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ല. എങ്കിൽ പോലും ബേസിക്കലി RSS ജാതി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം RSS പൂർണ്ണമായി എതിരേക്കുന്ന കാര്യത്തിന് അവർക്ക് യെസ് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ജാതി ഒരു യാഥാർത്ഥ്യമാണ്. ജാതി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ RSS ജാതി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ജാതി ഇല്ലാതാക്കാനാണ് അവരുടെ ലക്ഷ്യം. അപ്പം ഈ ജാതി സെൻസസ് ഒക്കെ നടത്തുമ്പോൾ കൂടുതൽ ജാതി പെർക്കുലേറ്റ് ചെയ്യുക. ജാതി കൂടുതൽ പെർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഇന്ത്യനെ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്ന ഫോഴ്സുകൾക്ക്, ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സിന് അത് ശക്തി പോലെ. അത് ജാതീയമായ ഐഡൻറ്റിറ്റി വരുമ്പോൾ സാംസ്കാരിക മതപരമായ ഐഡൻറ്റിറ്റി ഒന്നുമല്ലാതെ നിഷ്പ്രഭമായി പോകും. അവൻ്റെ പ്രൈമറി ഐഡൻറ്റിറ്റിയാണ് ജാതി. അപ്പം ഇത് കോൺഗ്രസ് പറഞ്ഞ സമയത്ത് അതിന് ആ രീതിയിൽ പോസിറ്റീവോ നെഗറ്റീവായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവർ. പക്ഷേ BJP-ൻ്റെ ഒരു പൊതുവായ രീതി അനുസരിച്ചിട്ട്, അല്ല RSSൻ്റെ രീതി അനുസരിച്ചിട്ട് അവർ ഈ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. സീരിയസ് ആയ വിമർശനങ്ങൾ അവർ കേട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അടിക്കുക നമ്മൾ മറുപടി അറിയാവുന്ന പോലില്ല. പിന്നെ ആ സമയം വരുമ്പോൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ ആക്ട് ചെയ്യും. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് UP, ഒന്ന് ബീഹാറാണ്. അതിൽ ബീഹാർ ഇലക്ഷന് വരാൻ പോകുക. ബീഹാറിൽ BJP ഇപ്പോഴും സഖ്യകക്ഷി ഗവൺമെൻറ്റിലുള്ളൊരു പാർട്ടിയാണ്. അവിടെ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായൊരു ജാതി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ എതിരാളികളാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കളാണ് ജാതി രാഷ്ട്രീയം കൊണ്ട് മാത്രം നിൽക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവർ ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നിതീഷിൻ്റെതാണെങ്കിലും മറ്റേ LJP മറ്റേ രാംവിലാസിന്റെ പാർട്ടി ആണെങ്കിലും മറ്റേ പാർട്ടി ആണെങ്കിലും ഈ രാഷ്ട്രീയ ലോകതകളാണെങ്കിലും ഇവർക്കെല്ലാം തന്നെ ജാതി രാഷ്ട്രീയം കൊണ്ട് ഗുണം കിട്ടുന്നവരാണ്. അപ്പം ഇത് ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ ജാതീയമായി ചിന്തിക്കുന്ന ഘട്ടം വന്നാൽ ഇലക്ട്രോണലി ഭയങ്കര ബാക്ക്ലാഷ് ആയി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബാക്ക്ലാഷ് ആയിട്ട് വരാൻ സാധ്യത അടക്കണം.
അപ്പം BJP ഇതിനെതിരാന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ബീഹാർ ഇലക്ഷനാണ് ചോദ്യം വരും. രണ്ടാമത് പ്രകാശ് എന്താണ് പേര് PK ഇലക്ഷൻ പ്രശാന്ത് കിഷോർ എന്തോ ഒരു പാർട്ടി കണ്ടായി ഗാന്ധിനെ പോലെ ഗ്രാമങ്ങളിൽ പോയി ഗ്രാമങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കും, ഇങ്ങനെ എന്തോ ഒരു വലിയ പ്ലാൻ അയാൾക്കുണ്ട്. അയാൾ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കും നമുക്കറിയില്ല. അപ്പം ബീഹാർ പൊളിറ്റിക്സ് വോട്ടുകൾ വിഘടിപ്പിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. അല്ല, അയാളെ പരിപാടി കൊള്ളാം. അയാൾ ഗ്രാമങ്ങൾ അതാത് ഗ്രാമത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് പദയാത്ര നടത്തി ഗാന്ധിയൊക്കെ നടത്തിയപോലുള്ള പരിപാടിയാണ് അയാൾ നടത്തുന്നത്. അപ്പോൾ അതെങ്ങനെ എങ്ങനെ അത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് പറയാം. അത് പുതിയൊരു എലിമെൻ്റാണ് പൊളിറ്റിക്സ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജാതി രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ BJPക്ക് പറ്റില്ല. നിങ്ങളീ പറഞ്ഞതുപോലെ ചില റിയാലിറ്റി അതിനെതിരാണെങ്കിൽ പോലും ചിലത് ഒരു ഫോർ ടൈം ബീയിങ് കണ്ടില്ല എന്ന് കാണിക്കാൻ RSSന് പറ്റില്ല. ആ സാഹചര്യത്തിനായിരിക്കാം ഈ ജാതി പൊളിറ്റിക്സിനെ പറ്റി പറയാൻ, ജാതി സെൻസസിനെ പറ്റി പറയാൻ BJP തയ്യാറായത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എനിക്കതിനോട് യോജിപ്പില്ല. നിങ്ങൾ എത്രമാത്രം ജാതി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നോ ഈ ബൂത്ത് അത്രയും ശക്തിപ്പെടുകയാണ്. അത് ഇന്ത്യനെ ഉള്ളിൽ താകും. ഇന്ത്യനെ താക്കാൻ വേണ്ടി സായിപ്പ് ഇവിടെ വിധിച്ചു പോയൊരു സംഭവമാണ് ജാതീയമായ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബോധം. ഈ ജാതിബോധം ശ്രീനാരായണ ഗുരു ജാതിബോധം ഉണ്ടാക്കിയിട്ടില്ല, മന്നത്താചാര്യൻ ജാതിബോധം ഉണ്ടാക്കിയിട്ടില്ല. അത് സംഘടനയുടെ ആളായതുകൊണ്ട് ആ സമുദായത്തിന്റെ കാര്യം പറഞ്ഞത് ഇവരാരും തന്നെ ജാതിബോധം ഉണ്ടാക്കാൻ നടന്ന ആളുകളാണ്. അതൊരു പുനരുദ്ധാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവരാരും ജാതിബോധം ഉണ്ടാക്കിയല്ല. ഇവിടെ ജാതിവാദം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യകാലത്ത് ഇവിടെ ഡിക്ഷണറി മറ്റും ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ആദ്യകാലത്ത് ചരിത്രരചന നടത്തിയിട്ടുള്ള ചില സായിപ്പന്മാരാണ്. അത് ഡീപ്ലി തമിഴ്നാട്ടിലൊക്കെ പെനിട്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മൾ അതിനെ പോഷിപ്പിക്കാമെന്ന് വെക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും, പക്ഷെ രാജ്യത്ത് അതില്ലാതെ. അതുകൊണ്ട് അധികകാലം എനിക്കൊന്നുമില്ല BJP ഇത് കൊണ്ടുനടക്കും. തൽക്കാലം ഫോർ ടൈം ബീയിങ് കൊണ്ടുനടക്കുന്നേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.